വിക്രമാദിത്യ കഥകൾ ഭാഗം 32. മന്ത്രികുമാരൻ ആനറാഞ്ചി പക്ഷികൾ താമസിക്കുന്ന വൻ വൃക്ഷം തിരഞ്ഞ് കണ്ടുപിടിച്ചു. പക്ഷിക്കൂട്ടിൽ കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ടു നോക്കിയപ്പോൾ ഒരു വൻ സർപ്പം അവയെ പിടിച്ച് കൊല്ലാൻ തയ്യാറാകുന്നതാണ് അയാൾ കണ്ടത്. മന്ത്രികുമാരൻ ആ സർപ്പത്തെ വകവരുത്തി കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. ജീവൻ രക്ഷപ്പെട്ട കുഞ്ഞുങ്ങൾ മന്ത്രികുമാരനോട് കുശലാന്വേഷണം നടത്തിയപ്പോൾ അയാൾ തൻ്റെ ആഗമന ഉദ്ദേശം അറിയിച്ചു. ബുദ്ധിമതികളായ കുഞ്ഞുങ്ങൾ അയാളെ ഒരിടത്ത് ഒളിപ്പിച്ചിരുത്തി. മാതാപിതാക്കൾ വരുന്നതും പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിപ്പായി. സന്ധ്യയായപ്പോൾ ഭീമാരൂപികളായ പക്ഷികൾ കൊടുങ്കാറ്റ് കണക്കെ പറന്നെത്തി. പക്ഷേ കുഞ്ഞുങ്ങൾ അവരുടെ അടുത്തേക്ക് പോകാതെ ദുഃഖം നടിച്ച് ഇരിക്കുകയാണുണ്ടായത്. ആനറാഞ്ചി പക്ഷികൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? കാര്യം തുറന്നു പറയൂ, എന്തുണ്ടായി ഇവിടെ? കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങളെ കൊന്നു തിന്നാൻ വന്ന സർപ്പം 2 കഷ്ണങ്ങളായി കിടക്കുന്നത് കണ്ടില്ലേ? ദൈവകൃപയാൽ പെട്ടെന്ന് വന്നെത്തിയ ആ മനുഷ്യനാണ് സർപ്പത്തെ കൊന്ന് ഞങ്ങളെ രക്ഷിച്ചത്. ഞങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. ആനറാഞ്ചി പക്ഷികൾ ഉടനെ മന്ത്രികുമാരനെ വിളിച്ച് അയാൾക്ക് എന്തുപകാരമാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. 7 കടലുകൾക്കപ്പുറത്തുള്ള കാഞ്ചന ദ്വീപിൽ ചെന്ന് രാജകുമാരിയെ കൊണ്ടുവരാൻ തന്നെ സഹായിക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. പക്ഷികൾ അയാളെ തങ്ങളുടെ പുറത്ത് കയറ്റി ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നു. ഓരോ ദ്വീപിലെത്തുമ്പോഴും അതിൻ്റെ പേര് കൂടി പറഞ്ഞു കൊടുക്കണമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം രത്നദ്വീപ് എന്ന് പക്ഷികൾ വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾ മലമൂത്ര വിസർജനത്തിനെന്ന വ്യാജേനെ താഴേക്കിറങ്ങാൻ പറയുകയും അവിടെ നിന്ന് കുറെ വില കൂടിയ രത്നങ്ങൾ പെറുക്കി സൂക്ഷിക്കുകയും ചെയ്തു. ഒടുവിൽ അവർ കാഞ്ചന ദ്വീപിലെത്തി. ആവശ്യം വരുമ്പോൾ തങ്ങളെ സ്മരിച്ചാൽ ഉടനെ വരാമെന്ന് പറഞ്ഞ് പക്ഷികൾ പറന്നുപോയി. മന്ത്രികുമാരൻ നഗരത്തിലെത്തി രത്നവ്യാപാരം ചെയ്യാൻ തുടങ്ങി. അയാൾ രാജകൊട്ടാരത്തിനടുക്കൽ തന്നെ ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു വലിയ സൗധം വാടകയ്ക്കെടുത്ത് അതിൽ പാർക്കാൻ ആരംഭിച്ചു. ഇതിനിടയിൽ രത്നങ്ങളുടെ ഭംഗിയും വില കൂടുതലും മൂലം പ്രസിദ്ധനായി തീർന്ന അയാൾ രാജാവിന് പരിചിതനായി കഴിഞ്ഞിരുന്നു. ധനവും പ്രൗഢിയുമുള്ളവരോട് എപ്പോഴും ഇടപഴകി ജീവിക്കാനാണ് രാജാക്കന്മാർ ഇഷ്ടപ്പെടുക. രാജകുമാരി സുമുഖനും യുവാവുമായ പുതിയ വ്യാപാരിയെ കണ്ട് സന്തോഷിച്ചു. ഇക്കാര്യം അയാൾക്ക് മനസ്സിലായപ്പോൾ തൻ്റെ വസതിയിൽ നിന്ന് കുമാരിയുടെ ഗൃഹത്തിലേക്ക് ഒരു ഭൂഗർഭ മാർഗം ഉണ്ടാക്കി അയാൾ സൂത്രത്തിൽ അവിടെ എത്തി. ഉറങ്ങിക്കിടന്ന കുമാരി കണ്ണു തുറന്നപ്പോൾ താൻ ആഗ്രഹിച്ച പുരുഷൻ അടുത്ത് നിൽക്കുന്നത് കണ്ട് അത്യധികം സന്തോഷിച്ചു. അവളുടെ ആനന്ദത്തിന് അതിരുണ്ടായിരുന്നില്ല. കോട്ടയും കാവൽക്കാരുമുള്ള തൻ്റെ മുറിയിലേക്ക് ഒരു ഈച്ച പോലും അറിയാതെ എങ്ങനെ കടന്നുവെന്ന് അവൾ അതിശയിച്ചു. ഉടനെ തന്നെ മന്ത്രികുമാരൻ തൻ്റെ ആത്മമിത്രമായ രാജകുമാരൻ അവളുടെ പ്രതിമ കണ്ട് മോഹിച്ചിരിക്കുന്ന കാര്യവും തൻ്റെ ആഗമന ഉദ്ദേശവും വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. രാജകുമാരൻ്റെ ഭാര്യയായിരിക്കാൻ അവൾക്ക് കൂടുതൽ താല്പര്യമുണ്ടായി. അവളെ തൻ്റെ കൂടെ കൊണ്ടുപോകാൻ മന്ത്രികുമാരൻ ചില സൂത്രങ്ങൾ കണ്ടെത്തി. തൻ്റെ പത്നി നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നതിനാൽ ഒരു വിരുന്ന് ഏർപ്പെടുത്തുന്നുണ്ടെന്നും അതിൽ രാജാവ് കൂടി പങ്കെടുക്കണമെന്നും അയാൾ രാജാവിനെ അറിയിച്ചു. രാജാവ് വളരെ സന്തോഷത്തോടെ രാജ്ഞിയെയും രാജകുമാരിയെയും കൂട്ടി വിരുന്നിന് പോകാൻ നിശ്ചയിച്ചു. എന്നാൽ രാജകുമാരി വയറുവേദന നടിച്ച് ചടങ്ങിൽ പങ്കെടുക്കാൻ പോയില്ല. രാജാവും രാജ്ഞിയും വിരുന്നിന് പോയപ്പോൾ അവൾ രഹസ്യമാർഗത്തിലൂടെ പ്രച്ഛന്ന വേശ്യയായി മന്ത്രികുമാരൻ്റെ വസതിയിലെത്തി. എന്നിട്ട് മന്ത്രികുമാരൻ്റെ പത്നി എന്ന നാട്യത്തിൽ രാജാവിനെയും പരിവാരങ്ങളെയും സ്വീകരിക്കാൻ തയ്യാറായി നിന്നു. മന്ത്രികുമാരൻ തൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു സംശയം, ഇത് തൻ്റെ മകളാണെന്ന്. ഏതായാലും ഒന്ന് പരീക്ഷിച്ചു കളയാമെന്ന് അദ്ദേഹം കരുതി. രാജാവ് ഭക്ഷണത്തിനിരിക്കെ അവളുടെ വസ്ത്രാഗ്രത്തിൽ അല്പം നെയ്യ് പുരട്ടി.
പക്ഷേ വിരുന്നു കഴിഞ്ഞ് അതിഥികളെല്ലാം പോയപ്പോൾ മന്ത്രികുമാരൻ്റെ നിർദ്ദേശപ്രകാരം അതേ തരത്തിലുള്ള വേറെ വസ്ത്രം ധരിച്ചുകൊണ്ട് രാജകുമാരി രഹസ്യമാർഗത്തിലൂടെ തൻ്റെ മുറിയിൽ ചെന്ന് വയറുവേദന അഭിനയിച്ചു കിടന്നു. രാജാവ് മടങ്ങിയെത്തി മകളുടെ മുറിയിൽ ചെന്നപ്പോൾ അവൾ അവിടെ തന്നെ കിടക്കുന്നതാണ് കണ്ടത്. എന്നിട്ടും സംശയം തീരാതെ അദ്ദേഹം അവളുടെ വസ്ത്രാഗ്രം പരിശോധിച്ചു. അവിടെ നെയ് വീണതിൻ്റെ പാടുപോലും ഉണ്ടായിരുന്നില്ല. സുശീലയായ തൻ്റെ മകളെ തെറ്റിദ്ധരിച്ചതിൽ അദ്ദേഹം പശ്ചാത്തപിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് രത്നവ്യാപാരി രാജാവിനെ ചെന്ന് കണ്ട് താൻ പത്നിയോടുകൂടി മടങ്ങുകയാണെന്നും തങ്ങളെ അനുഗ്രഹിക്കണമെന്നും അഭ്യർത്ഥിച്ചു. രാജാവും കൂട്ടരും കണ്ടു നിൽക്കെ തന്നെ മന്ത്രികുമാരൻ രാജകുമാരിയെയും കൂട്ടി യാത്ര തിരിച്ചു. സ്മരിച്ച മാത്രയിൽ ആനറാഞ്ചി പക്ഷികൾ വന്നെത്തുകയും അവയുടെ പുറത്തു കയറി രാജകുമാരൻ താമസിക്കുന്ന ക്ഷേത്രത്തിൽ എത്തുകയും ചെയ്തു. പ്രതിമയുടെ മനോഹാരിതയിൽ സ്വയം മറന്ന രാജകുമാരൻ അപ്പോഴും പൂച്ചെണ്ട് തരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിമയുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. മന്ത്രികുമാരൻ രാജകുമാരിയോട് പറഞ്ഞു, ഭവതി ഈ പൂച്ചെണ്ട് കൊണ്ടുപോയി രാജകുമാരൻ്റെ മുമ്പിൽ ചെന്ന് ഇതാ പൂച്ചെണ്ട് എന്ന് പറയണം. എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ മരിച്ചുവെന്ന് അറിയിച്ചോളൂ. ഇത്രയും കഷ്ടപ്പെട്ട് ആഗ്രഹം സാധിപ്പിച്ച സ്നേഹിതനോട് അദ്ദേഹത്തിന് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് പരീക്ഷിക്കാമല്ലോ. മന്ത്രികുമാരൻ ഒളിച്ചു നിന്ന് അവളെ മുൻകൂട്ടി പറഞ്ഞയച്ചു. പെട്ടെന്ന് ജീവനുള്ള രാജകുമാരിയെ കണ്ടപ്പോൾ രാജകുമാരന് സന്തോഷമായി. തൻ്റെ സുഹൃത്ത് അവളെ കൊണ്ടുവരുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അയാൾ. രാജകുമാരൻ തിരക്കി, മന്ത്രികുമാരൻ എവിടെ? നേരത്തെ നിശ്ചയിച്ച പ്രകാരം അവൾ മറുപടി പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി. തൻ്റെ ആഗ്രഹം സാധിപ്പിക്കുവാൻ വേണ്ടി മരിച്ചുപോയ സുഹൃത്തിനെ പറ്റിയോർത്ത് അയാളുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. ഇനി താൻ ജീവിച്ചിരുന്നിട്ട് ഫലമില്ലെന്നോർത്ത് അയാൾ വാളൂരി വെട്ടിമരിച്ചു. താൻ ഭർത്താവായി സ്വീകരിക്കാൻ ആശിച്ച കുമാരൻ മരിച്ചത് കണ്ട രാജകുമാരി ഇച്ഛാഭംഗം മൂലം ആത്മഹത്യ ചെയ്തു. കുറച്ചു കഴിഞ്ഞ് അവിടെ എത്തിയ മന്ത്രികുമാരൻ കളി കാര്യമായല്ലോ എന്നും ഇനി ജീവിച്ചിരിക്കുന്നത് എന്തിനാണെന്നും ചിന്തിച്ച് അപ്പോൾ തന്നെ വാളെടുത്ത് നെഞ്ചിൽ കുത്തിയിറക്കി. ക്ഷേത്രത്തിലെ കാര്യസ്ഥൻ വന്നപ്പോൾ രക്തം പുരണ്ട 3 ശവങ്ങളാണ് കണ്ടത്. അയാളും വ്യസനം മൂലം മരിച്ചു. ക്ഷേത്ര ദർശനത്തിന് വന്നവർ ദേവീസന്നിധിയിൽ കാര്യസ്ഥനും വേറെ ചിലരും മരിച്ചു കിടക്കുന്നത് കണ്ട് എന്തോ ആപത്ത് അടുത്തു വരുന്നുവെന്ന് ഭയന്ന് ഭക്തിപൂർവ്വം ദേവിയെ പ്രാർത്ഥിച്ചു. ദേവി പ്രത്യക്ഷയായി 4 ആളെയും ജീവിപ്പിച്ചു. അവരെല്ലാം ദീർഘകാലം സുഖമായി ജീവിക്കുകയും ചെയ്തു. തിരശീല വിക്രമാദിത്യനോട് ചോദിച്ചു, ഇതിൽ ആരുടെ മരണമാണ് പ്രശംസയ്ക്കൊത്തത്? കിട്ടിയ അവസരം വിക്രമാദിത്യൻ പാഴാക്കി കളഞ്ഞില്ല. പേശമാടന്തയെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് കരുതി അദ്ദേഹം മറുപടി പറഞ്ഞു, രാജകുമാരൻ്റെ മരണമായിരുന്നു പ്രശംസനീയം. എന്ത്? പേശമാടന്ത ഞെട്ടിപ്പിടഞ്ഞ് പെട്ടെന്ന് നോക്കി. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? രാജകുമാരിയും രാജകുമാരനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ക്ഷേത്രകാര്യസ്ഥൻ മരിച്ചതായിരുന്നു പ്രശംസനീയം. വിക്രമാദിത്യൻ അപ്പോൾ പറഞ്ഞു, കഥയൊന്ന് വാക്കുമൊന്ന്. വേതാളത്തെ പേശമാടന്തയുടെ റൗക്കിയിൽ പ്രവേശിപ്പിച്ച് വിക്രമാദിത്യൻ അതിനോട് വീണ്ടും ഒരു കഥ പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ റൗക്ക പരാതി പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, വിക്രമാദിത്യൻ വേതാളത്തെ റൗക്കയിൽ പ്രവേശിച്ച് അടുത്ത കഥ പറയാൻ പറഞ്ഞിരിക്കുകയാണ്. റൗക്ക പറഞ്ഞ കഥ എന്താണെന്ന് അടുത്ത ദിവസം കേൾക്കാം. പിന്നെ നമ്മുടെ കഥകൾ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.